ഏതൊരു പട്ടിക്കാട്ടുകാരനെ കല്യാണം കഴിച്ച് ആ കുഗ്രാമത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ചത്തു കളയുന്നതാ. ഞാനത് ചെയ്യും. ഇങ്ങനെ വിഷമിക്കല്ല അമ്മോച്ചി, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഒരു പരിഹാരം ഉണ്ടാക്കാനില്ല. എന്റെ ലൈഫ് തീർന്നു. തന്റെ പേരെന്താ? ദാമു. വെറും ദാമു അല്ല, ദശമൂലം ദാമു. ആദി, എക്സാം കഴിഞ്ഞില്ലേടാ? ആ കഴിഞ്ഞു. എന്നാ വേഗം എത്താൻ നോക്ക്. കേക്ക് കട്ടിങ്ങിന് ലേറ്റ് ആവണ്ടോ? ആ ചേച്ചി. പിന്നെ ഇന്ന് മുത്തശ്ശന്റെ ബർത്ത്ഡേ ഫംഗ്ഷനാ. ഇനിയും ലേറ്റ് ആയ ചേച്ചിന്റെ ചെവിക്ക് പിടിക്കും. ആദി, നീ മാറുന്നല്ലേ? എന്താ? ഇന്ന് ഈവനിങ് നമ്മളൊരു പ്ലാൻ ഇട്ടായിരുന്നു. ഓ, സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിരുന്നല്ലേ? ഞാൻ ഈവനിങ് ഷോക്ക് ടിക്കറ്റും ബുക്ക് ചെയ്തു. എന്റെ അളിയാ, ഞാനത് വിട്ടുപോയി. അല്ലെങ്കിലും മുത്തശ്ശന്റെ ബർത്ത്ഡേ പാർട്ടി ഒഴിവാക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, വിവേകിനും സ്റ്റെഫിയും കൂട്ടിക്കോ. വേണ്ട, ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അപ്പൊ പ്രോബ്ലം സോൾവ്. ഇവനെന്താ ഇങ്ങനെ? എന്റെ മനസ്സ് ഇവന് മനസ്സിലാവാത്തയാണോ അതോ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നതാണോ? പിറന്നാൾ ആശംസകൾ. അതെ, ഇന്ന് നിങ്ങളോടെല്ലാവരോടും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അമ്മുന്റെ കാര്യത്തിലാണ്. അമൃതമോൾക്ക് നല്ല ഒരു പയ്യനെ ഞാൻ കണ്ടെത്തി, കല്യാണവും തീരുമാനിച്ചു. പറഞ്ഞു വരുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കുടുംബം തന്നെയാണ്. രാമപുരം ഗ്രാമത്തിന്റെ നന്മകൾ മുഴുവൻ നിറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. പയ്യന്റെ പേര് ശ്രീനാഥ്. വിദ്യാസമ്പന്നൻ, മാന്യമായ തൊഴിൽ. അതെ, രാമപുരം ഹൈസ്കൂളിലെ കെമിസ്ട്രി അധ്യാപകനാണ് ശ്രീനാഥ്. ശുഭകാര്യങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ലെന്നാണല്ലോ. അതുകൊണ്ട് നാളെ തന്നെ നമ്മൾ എല്ലാവരും രാമപുരത്തേക്ക് പുറപ്പെടുകയാണ്. രാമപുരത്ത് വെച്ചായിരിക്കും വിവാഹം. മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് തീരുമാനിച്ചതിന് ശേഷം എല്ലാവരെയും അറിയിക്കാം. ഇരുട്ടാണല്ലോ. ഫോൺ ഓഫായി പോയല്ലോ. വിളിക്കാൻ വരണമെന്ന് ഏട്ടനോട് പറഞ്ഞതുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നടക്കാം. ഏട്ടാ, ഫോൺ ചത്തപ്പോ ഇരുട്ടിലായെന്ന് ഞാൻ വിചാരിച്ചതാ. ഏട്ടനെ വിളിച്ച് വരാൻ പറയാനും പറ്റില്ല, മൊബൈലില് ടോർച്ചും ഇല്ല. നീ ഇരുട്ടിലാകാൻ ഈ ഏട്ടൻ സമ്മതിക്കോ മാളൂട്ടി? അത് പോട്ടെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു?
എന്റെ ശ്രീയേട്ടാ ഒന്നും പറയണ്ട. ഏ സമയത്തിന് എത്താൻ പറ്റുമെന്ന് പോലും വിചാരിച്ചതല്ല. അയ്യോ അതൊന്നും പറ്റി. വലിയ കഥ അതൊക്കെ. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് സമയത്ത് എത്താനും പറ്റി, വൃത്തിയായിട്ട് എഴുതാനും പറ്റി. ആ അത് മതി. വാ, നിനക്ക് ഈ എൻട്രൻസ് എന്തായാലും കിട്ടും. പഠിച്ച് പാസ്സായി നല്ലൊരു ജോലി വാങ്ങണം. അച്ഛനൊരു താങ്ങാവണം. അച്ഛന്റെ തലയിലെ ഏറ്റവും വലിയ ഭാരം ആ സഹകരണ ബാങ്കിലെ ലോണാ. എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് ആ ലോൺ അടച്ചു തീർക്കണം എനിക്ക്. ദൈവം സഹായിച്ച ഒക്കെ നടക്കും മാളൂട്ടി. മാളൂട്ടി, അതെ നീ കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോ. എനിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആണോ? പൊളിച്ചു. എവിടുന്ന പെൺകുട്ടി? അത് നമ്മുടെ പുത്തമ്പരക്കിലെ അച്യുതൻ നമ്പീർ സാറിന്റെ ചെറുമോള. ചേച്ചി ചേച്ചി ആരോട് ചോദിച്ചിട്ടാ മുത്തശ്ശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വാഴ പോലെ ആയില്ലേ? ചേച്ചി ഇത്രയും വലിയ കുടുംബത്തിൽ നിന്നാണോ എന്റെ ഏട്ടന് ആലോചന വന്നേ? എന്താ ചേച്ചിയുടെ പേര്? അമൃത. ആ, ചേച്ചിയുടെ ഫോട്ടോ ഒന്ന് എനിക്ക് കാട്ടിത്തരാവോ? അയ്യോ ഫോട്ടോ ഒന്നുമില്ല. ശരി, വണ്ടി ഒന്ന് നിർത്തിയേ. ഏ? അങ്ങോട്ട് നിർത്ത്. ഫോൺ ഇങ്ങ തന്നെ. ഏ ഫോൺ താ. താ. ഏതൊരു പട്ടിക്കാട്ടുകാരനെ കല്യാണം കഴിച്ച് ആ കുഗ്രാമത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ചത്തു കളയുന്നതാ. ഞാനത് ചെയ്യും. ഇങ്ങനെ വിഷമിക്കല്ല മോച്ചി, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഒരു പരിഹാരം ഉണ്ടാക്കാനില്ല. എന്റെ ലൈഫ് തീർന്നു. കിട്ടി. ഏ ദാ. ആഹാ, എന്തൊരു ചേർച്ചയാ. അങ്ങനെ ഏതെങ്കിലും ഒരു കോന്തന്റെ കൂടെ ജീവിക്കേണ്ട ആളല്ല എന്റെ ചേച്ചി. എന്ത് കണ്ടിട്ടാ മുത്തശ്ശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുത്തശ്ശൻ ഒരു കാര്യം തീരുമാനിച്ചതാ ആദി. ആ പതിവ് ഞാൻ മാറ്റും. ചേച്ചിക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം നടത്താൻ ഞാൻ വിടില്ല. പോരെ? ഇത്രയും ചേർച്ചയുള്ള രണ്ടുപേര് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ചുമ്മാ ഇരി. പെണ്ണിനെ കുറച്ച് ഓടുന്നുണ്ട് കേട്ടോ. ഇങ്ങ് വന്നേ, വാ കേറാൻ. പോവാ. ശോ. ചേച്ചി, എന്റെ ചേച്ചിയുടെ കണ്ണ് നനയുന്ന ഒരു കാര്യവും ഈ അനിയൻ ജീവിച്ചിരിക്കുമ്പോ നടത്തില്ല. ഏട്ടാ, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ ജീവിതം തന്നെ മാറി മറിയെന്ന് പറയാറില്ലേ? സത്യം, ഏട്ടന്റെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോവാ. ഈ കല്യാണം കഴിയുന്നതോടെ ഏട്ടന്റെ ജീവിതം സൗഭാഗ്യം കൊണ്ട് നിറയുന്ന എന്റെ മനസ്സ് പറയുന്ന. കണ്ടോ കണ്ടോ കണ്ടോ, ശുഭശകുനം. ഞാൻ പറഞ്ഞില്ലേ? വാ കേറ്. പോവാ. പണ്ടൊരിക്കൽ ചെയ്ത തെറ്റ് അച്ഛൻ വീണ്ടും ആവർത്തിക്കോ? ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ സ്പേസ് അല്ലേ? അഭിപ്രായം പറയാം, നിർദ്ദേശിക്കാം, പക്ഷേ അടിച്ചേൽപ്പിക്കാൻ പാടില്ലല്ലോ. രാജേട്ടാ, എന്നാലും അമ്മൂന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എന്താന്ന് നല്ലതുപോലെ അറിയായിരുന്നല്ലോ അച്ഛന്.